ഹായ് അങ്കിൾ. എന്താ രണ്ടുപേരും കൂടി ഇവിടെ? ഞങ്ങൾ വെറുതെ വന്നത് അങ്കിൾ. വെറുതെ വരാ? ഇതെന്താ മ്യൂസിയോ ടൂറിസ്റ്റ് സെന്ററോ ആണോ? വെറുതെ വന്നതാ പോലും. അങ്കിൾ എന്താ ഇങ്ങനൊക്കെ? എങ്ങനെയൊക്കെ? സത്യം പറ, നിങ്ങൾ അവള് വിളിച്ചിട്ട് വന്നതല്ലേ? ആര് വിളിച്ചിട്ട്? ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അപ്പോ ഇവിടേക്ക് വിളിച്ചു വരുത്തിയല്ലേ നിങ്ങളെ? അങ്കിള് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. പറഞ്ഞല്ലോ, ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ശരി, എന്താ വന്നതിന്റെ ഉദ്ദേശം? വെറുതെ അപ്പൂനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി, അത്രമാത്രം. ആ, എങ്കിൽ വെറുതെ കണ്ടിട്ട് പോലും മാത്രം ആക്കണ്ട. പോകുമ്പോ പ്രിയപ്പെട്ട ഫ്രണ്ടിനെ കൂടി തിരിച്ചു കൊണ്ടുപോയാൽ ഉപകാരം. അതെന്താ അപ്പൊ അത്രയ്ക്ക് ശല്യമായിട്ട് തോന്നി തുടങ്ങി അങ്കിളിന്? എന്താ സംശയം? മനുഷ്യന്റെ സമാധാനം തെറ്റിക്കാൻ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ന്യൂസെൻസ് തന്നെയാണ് അവൾ. പ്ലീസ്, എന്റെ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി തരാമോ? അതിന്റെ എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞാൻ മീറ്റ് ചെയ്യാൻ തയ്യാറാ. അങ്ങനെ കൂലി കൊടുത്ത് ഒഴിവാക്കാൻ അപ്പു എവിടെന്നോ വലിഞ്ഞു കയറി വന്ന പട്ടിയോ പൂച്ചയോ ഒന്നും അല്ലല്ലോ. അങ്കിള് ജന്മം കൊടുത്ത മോള് തന്നെയല്ലേ? നോ നോ, നെവർ. എനിക്ക് അങ്ങനെ ഒരു മകളുമില്ല മകനുമില്ല. ഉണ്ടായിരുന്നൊരു മകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇത് അവളുടെ പേരും പറഞ്ഞ് ജന്മം കൊടുത്തവരുടെ പേര് കെടുത്താൻ നടക്കുന്ന ഏതോ ഒരു തട്ടിപ്പുകാരിയാ, ഒരു പബ്ലിക് ന്യൂസൻസ്. അപ്പു മരിച്ചുപോയെന്ന് പറയുമ്പോ അങ്കിളിന് വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ടല്ലേ? ഈയിടെ പലവട്ടം പലരോട് ഇത് ആവർത്തിക്കുന്നു എന്നറിഞ്ഞു. യെസ്, ഓഫ് കോഴ്സ്. നേരാണ് ജോബിൻ പറഞ്ഞത്. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനത് ആവർത്തിക്കാറുണ്ട്. ഞാനത് വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ആവർത്തിക്കലിനും ആഘോഷിക്കലിനും ഒക്കെ ഉടനെ ഒരു അവസാനം ഉണ്ടാവുമെങ്കിൽ തള്ളിക്കളയുന്ന ഇതേ കൈകൾ കൊണ്ട് തന്നെ അപ്പൂനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരാതിരിക്കില്ല. നോ, ഈ ജന്മനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ചലഞ്ച് ചെയ്യൂ. അല്ല, നിങ്ങളിതെപ്പോ എത്തി? കുറച്ചു നേരമായ ആന്റി. ഞങ്ങള് വിജയ് അങ്കിളായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പു റൂമിലാണോ ആന്റി? അതേ മോളെ. എന്നാ ഞങ്ങൾ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. നിൽക്ക്. ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റായികയൊന്നുമില്ലെങ്കിൽ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് അപ്പൂവിന്റെ കൂടി വീടല്ലേ. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും അവളെ മാറ്റണമെങ്കിൽ ഞങ്ങളതിന് തയ്യാറാ. ബട്ട് വൺ കണ്ടീഷൻ. അത് അപ്പൂവിന്റെ കൂടി സമ്മതത്തോടെ ആയിരിക്കണം. ഇനി അഥവാ അവൾക്ക് ഇവിടെ നിന്ന് മാറാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ ആന്റി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആർക്കാ ഇപ്പൊ അപ്പൂനെ ഇവിടുന്ന് മാറ്റണമെന്ന് എത്ര നിർബന്ധം? അപ്പു എങ്ങും പോവില്ല, ഇവിടെ ഉണ്ടാവും. അവളിവിടെ തന്നെ കാണും, എൻ്റെ ഒപ്പം. അതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. നിങ്ങൾ പോയി അപ്പൂനെ കണ്ടിട്ടോ. ഹലോ അപ്പു സാറേ. നീ ഇവിടെ ഭയങ്കര റിസർച്ചിലായിരുന്നോ? വെറുതെ അല്ല നമ്മളുടെ വരവും താഴത്തെ സീനും ഒന്നും അറിയാതെ പോയത്. വാ ഇരിക്ക്. താഴെ എന്ത് സീനാ? ദീപയെ കണ്ടിരുന്നോ? കണ്ടിരുന്നോന്ന് കണ്ടൂന്ന് മാത്രമല്ല, ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞ് ഇവിടേക്കുള്ള എൻട്രി പാസ് പോലും കിട്ടിയത്. അകത്തെന്തോ ജോലിയിലായിരുന്നോണ്ട് പാവം ഗീത ആന്റിക്കും അതിന്റെ ഒരു മേജർ പാർട്ട് മിസ് ചെയ്യേണ്ടി വന്നു. VP അങ്കിൾ ആകെ വയലന്റ് ആണല്ലോ. അപ്പോ എന്തു പറ്റി? അത് കാര്യാക്കണ്ട. വന്നപാടെ എന്റെ വക ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ക്ഷീണത്തിലാ VP. അല്ല, എന്താണ് രണ്ടുപേരും ഒരുമിച്ചൊരു വിസിറ്റ്? അതും ഒരു മുന്നറിയിപ്പുമില്ലാതെ. അത് ശരി, ഒരു സൂചന പോലും ഇല്ലാതെ തനിക്ക് മാത്രമേ എല്ലാരെയും ഞെട്ടിക്കാൻ കഴിയൂന്ന് വിചാരിച്ചോ?
അല്ല അപ്പു സാറേ, എന്താ തന്റെ ഉദ്ദേശം? അതുകൂടി ഒന്ന് അറിയാനാ ഞങ്ങൾ വന്നത്. എന്നാലും വീട് വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിറങ്ങിയ ആള് ഇങ്ങനൊരു കരിങ്കാലി പണി ചെയ്യുമെന്ന് ഞാനും എന്റെ പാവം ടീച്ചറും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തന്നെ ഇനി മിസ് ചെയ്യുമല്ലോ എന്നുള്ള സങ്കടത്തിലാ മമ്മി. ഞാൻ ആന്റിയോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതറിഞ്ഞതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത്. കാര്യം തന്നെ ഞങ്ങൾ മിസ് ചെയ്യുമെങ്കിലും ഇത് ഒരു നല്ല ഡിസിഷൻ തന്നെയാണ്. അപ്പോ തന്റെ പ്രസൻസ് ഇനി ഇവിടെ ആവശ്യമാണ്. ഡിവോഴ്സിന് വേണ്ടി BP അമ്മയെ നല്ലപോലെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ VPയുടെ പ്രഷർ സഹിക്കാനാവാതെ അമ്മ ചിലപ്പോ ആ മ്യൂച്വൽ അഗ്രിമെന്റിൽ സൈൻ ചെയ്ത് പോവായിരുന്നു. നീ ഇവിടെ ഇല്ലായിരുന്നിട്ട് കൂടി അങ്കിൾ എന്തിനാ ഡിവോഴ്സിന്റെ കാര്യത്തില് ഇത്ര അഡമന്റ് ആവുന്നത്? ഞാൻ എവിടെയാണെങ്കിലും അമ്മ എനിക്ക് നല്ല സപ്പോർട്ടായിരിക്കുമെന്ന് BPക്ക് നല്ല പോലെ അറിയാം. അതില്ലാതാക്കാനാ BP ഇങ്ങനൊരു ഡിവോഴ്സ് നാടകം പ്ലാൻ ചെയ്തത്. പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ട് പോവാൻ തന്റെ ഈ തിരിച്ചുവരവ് വിജയങ്ങളിനൊരു തടസ്സമാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല ഡോക്ടർ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പേരും പറഞ്ഞ് BP അമ്മയും തമ്മിൽ പിരിയാൻ ഞാനൊരവസരം ഉണ്ടാക്കില്ല. അതിനി BP എത്ര ശ്രമിച്ചാലും ഞാൻ അനുവദിക്കുകയില്ല. ഗുഡ് ഡിസിഷൻ. അപ്പുവിന്റെ ഈ തീരുമാനത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. പിന്തുണ മാത്രമല്ല, അതിനു വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. അല്ലേടോ? ഡോക്ടർ പറഞ്ഞതുപോലെ നിന്റെ ഉദ്ദേശം ജെനുവിൻ ആണ്. പക്ഷേ അപ്പോ നീ വിചാരിക്കുന്ന പോലെ സമാധാനമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ നിന്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. 2 ഓപ്ഷനോ? എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ നീ VP അങ്കിളുടെ ആഗ്രഹം പോലെ ഒരു പെൺകുട്ടിയായി നിന്റെ ജീവിതം തുടരുക, അല്ലെങ്കിൽ അങ്കിളുടെ ജീവിതത്തിൽ നിന്നും നീയും ആന്റിയും സ്വയം ഒഴിഞ്ഞു കൊടുക്കുക. ഇല്ല, അത് രണ്ടും നടക്കാത്ത കാര്യങ്ങളെ മാളൂ. ഈ 2 ഓപ്ഷനും അല്ലാതെ വിചാരിച്ചത് നടത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പുവിന് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. പറഞ്ഞല്ലോ, ഈ ശ്രമത്തിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയുണ്ട്. ആരെ നോവിക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. എന്റെ പ്രസൻസ് ആണ് VPയുടെ പ്രശ്നമെങ്കിൽ അത് ഒഴിവാക്കാനാ ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തത്. പക്ഷെ എന്നിട്ടും ഒരു തെറ്റും ചെയ്യാത്ത പാവം അമ്മയെ VP കൈയൊഴിയാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിനുള്ള ശിക്ഷ VP അനുഭവിച്ചേ പറ്റൂ. നീ അപ്പോ VP അങ്കിളുമായിട്ട് ഒരു ഓപ്പൺ ഫൈറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അത് വേണോ? അപ്പോ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആവണമെന്ന് എനിക്കല്ലല്ലോ നിർബന്ധം. നോക്കട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് VPയുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് അറിയണമല്ലോ. എന്നിട്ട് ഞാൻ എന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നുള്ളൂ. എനിവേ, തന്റെ ഈ കോൺഫിഡൻസിൽ പേഴ്സണലി ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ മാള് പറഞ്ഞതുപോലെ കാര്യങ്ങൾക്ക് സമാധാനപൂർണമായൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് തന്നെയാവും നല്ലത്. എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ഷുവർ. ഇതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നതേ എന്റെ ഈ ഡോക്ടർ ബ്രോ ആണ് കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോ വീട്ടില് പറയാതെ ഇങ്ങോട്ട് വന്നത്. അപ്പോ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്. Thank you. താൻ പൊളിക്കടോ. ശരി. ശരി. ഇനിയിപ്പൊ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല മുരളി. അശ്വതി പറഞ്ഞത് തന്നെ കാര്യം. ടീച്ചറുമായിട്ട് ആലോചിച്ച് കല്യാണം എത്രയും പെട്ടെന്നങ്ങ് ഉറപ്പിക്കുക. അല്ലെങ്കിലേ ഇതിങ്ങനെ ഗണപതിയുടെ കല്യാണം പോലെ നീളെ അങ്ങ് പോവുകയുള്ളൂ. ഒടുക്കാൻ നശൂലം പിടിച്ച പെണ്ണ് അവിടെ കയറി പൊറുതി തുടങ്ങിയ നമ്മുടെ പെങ്കൊച്ചിന് പേരുദോഷം മാത്രം ബാക്കിയാവും. പറഞ്ഞേക്കാം. അശ്വതി പറഞ്ഞതുപോലെ കല്യാണത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരുങ്ങാൻ നമുക്കൊന്നുമില്ല. വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കാൻ ഒന്ന് മെനക്കെട്ട് ഇറങ്ങണമെന്നേ ഉള്ളൂ. ഡെയ്സിക്ക് മോനും സമ്മതമാണെങ്കിൽ എത്രയും വേഗം നടത്തുന്നത് തന്നെ നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നടത്തിയെടുക്കാനുള്ള മിടുക്ക് നമ്മൾ കാണിക്കണം.
അല്ലെങ്കിലേ മറ്റുള്ളവർ അതും ഇതും പറഞ്ഞു തുടങ്ങി. നാട്ടുകാരുടെ വായി മൂടിക്കെട്ടാൻ നമ്മൾ വിചാരിച്ച പറ്റുമോ? അമ്മ അങ്ങനെ പറഞ്ഞത്? നാട്ടുകാർ എന്തു പറഞ്ഞു? ആ, ഇനിയിപ്പൊ നിങ്ങളോടായോണ്ട് പറയാമല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ മാങ്കൂട്ടത്തിലെ അംബിക ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറി. അവിടെ ചെന്നപ്പോ അവരൊരുമാതിരി മുള്ളും മുനയും വെച്ചുള്ള വർത്താനം. എന്താ ഇന്നിരെ കൊച്ചുമോൾ ആളിത്തിരി തൻ്റെടിയാണെന്ന് കേൾക്കുന്നല്ലോ ഒന്ന്. അപ്പോഴേ എനിക്കെന്തോ ഒരു പന്തികേട് മണത്തു. എന്താ സംഭവം എന്ന് ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. അവരുടെ മരുമോൻ സതീശൻ ടൗണിലൊരു ജ്യൂസ് കട നടത്തുന്നുണ്ടെന്ന്. നമ്മുടെ മാളും ഡോക്ടറും കൂടി കൂടെ കൂടെ അവിടെ ചെല്ലാറുണ്ടത്രേ. എന്നിട്ട് അവര് ചോദിച്ചപ്പോ അമ്മ എന്തു പറഞ്ഞു? ആ, ഞാൻ എന്തു പറയാ, ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞു. പയ്യൻ ഡോക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാ അംബികേടത്തിയുടെ കിറുകിറുപ്പൊന്ന് അടങ്ങിയത്. അതാ ഞാൻ പറഞ്ഞത്, ആൾക്കാരരികും മൂലയൊക്കെ അറിഞ്ഞ് അതും ഇതും പറഞ്ഞുണ്ടാക്കുന്നതിന് മുമ്പ് കല്യാണം അങ്ങ് നടത്തിയെടുക്കാൻ. മാത്രല്ല, ആ അരുൺ ഭാസ്കറിന്റെ കയ്യിലും ഇല്ലേ ഇവള് കറങ്ങി നടന്നതിന്റെ പടങ്ങളൊക്കെ. അതൊക്കെ കാണിച്ച് കോളേജിലും നാട്ടിലും ഒക്കെ നമ്മളെ നാറ്റിക്കാൻ നോക്കില്ലെന്ന് എന്താ ഉറപ്പ്? ആഹാ, ഇങ്ങോട്ട് വാ, നിന്നോടേ ഒരു സന്തോഷ വർത്താനം പറയാനുണ്ട്. എന്താ മുത്തശ്ശി? അത് അച്ഛൻ പറയും. മുരളി, നീ തന്നെ മോളോട് പറ. അതെ, നിന്റെ കല്യാണം ഇനി വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. അച്ഛൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ മാളു. നീ ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? പരീക്ഷ കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതെ, പെട്ടെന്നാകാവുന്ന വെച്ചതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് ആൾക്കാർ അതും ഇതുമൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതിങ്ങനെ പടർന്ന് പടർന്ന് പേരുദോഷമാകുന്നതിന് മുമ്പ് കല്യാണം അങ്ങ് നടത്തിയേക്കാന്ന് വെച്ചു. അത് മാത്രമല്ല മാളു, നിന്നോട് തുറന്നു പറയാമല്ലോ, അപ്പു ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. VPയുമായി അപ്പു ഒരിക്കലും ഒത്തുപോകാത്ത സ്ഥിതിക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാ അപ്പു വീണ്ടും ടീച്ചറിന്റെ വീട്ടിലെത്തും. അതിനു മുൻപ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ അപ്പുവിന്റെ അത്തരം സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ജോബിന്റെ ഭാര്യയായി നീ ആ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായിരിക്കും ജോബിനും ഡെയ്സിയും പ്രയോറിറ്റി നൽകുന്നത്. അങ്ങനെ എല്ലാ വശങ്ങളും ആലോചിച്ച് നോക്കിയപ്പോൾ കല്യാണം ഉടനെ നടത്തുന്നതാ നല്ലതെന്ന് തോന്നി. എന്താ നീയൊന്നും പറയാത്തത്? എന്താ നിന്റെ അഭിപ്രായം? ഞാൻ എന്ത് പറയാനമ്മേ? പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം തീരുമാനിച്ചുകൊണ്ടായില്ലല്ലോ. ഡോക്ടറുടെ ആന്റിയുടെയും കൂടി സൗകര്യം നോക്കണമല്ലോ. ഉടനെ കല്യാണം നടത്താൻ ഡോക്ടർ വില്ലിങ് ആവോന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ? കോഴ്സ് കഴിഞ്ഞു മതി കല്യാണം എന്നല്ലേ അന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് താല്പര്യം എടുത്ത് കല്യാണം ഉടനെ വേണമെന്ന് പറയുമ്പോ കോഴ്സും പരീക്ഷയൊക്കെ നിന്റെ ബാധ്യതയല്ലേ മാളു? അതിന് അവൻ തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ ഏതായാലും ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. മാളു, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ജോബിനെ ടീച്ചറെയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം അച്ഛനും മുത്തശ്ശിയും കൂടി നോക്കിക്കോളും. ഇനി ജോബിൻ നിന്റെ അഭിപ്രായം ചോദിച്ചാ നിനക്കിത് തന്നെയാ സമ്മതം എന്നങ്ങ് പറഞ്ഞാ മതി. എന്താ, അങ്ങനെ പറയില്ലേ നീ? മോളൊന്ന് നിന്നേ. നീയും അപ്പും പിണക്കമൊക്കെ മാറി വീണ്ടും കൂട്ടായെന്ന് ഞങ്ങൾക്കറിയാം. അതിന് മീഡിയേറ്ററായിട്ട് നിന്നത് ജോബിനാണെന്നും അറിയാം. പക്ഷേ മാളു, ഒരു കാര്യം നിന്നോട് ഞാൻ പ്രത്യേകം പറയാം. ഇതുപോലുള്ള കാര്യങ്ങളിൽ അപ്പുവിനെ അധികം ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി എത്ര കൂട്ടാണെന്ന് പറഞ്ഞാലും നിനക്കൊരു നല്ല ലൈഫ് കിട്ടുന്ന കാര്യം വരുമ്പോൾ അപ്പുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിനക്ക് നേരത്തെ ബോധ്യമായതാണല്ലോ. അച്ഛനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ഇതൊന്നും ജോബിനോട് പോലും പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? എന്നാ മോള് പോയിക്കോ. മുരളി, നമുക്ക് എത്രയും വേഗം ആ ടീച്ചറെ കണ്ടൊന്ന് സംസാരിക്കണം.
അപ്പു ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും ഉചിതമായ സമയത്ത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ ഒരു കോൺഫിഡൻസ് തുടർന്ന് അങ്ങോട്ടും ഉണ്ടായ അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ സ്മൂത്തായ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്ന എൻ്റെ വിശ്വാസം. കാര്യമൊക്കെ ശരിയായിരിക്കും. പക്ഷെ വിജയെ അത്ര പെട്ടെന്ന് മെരുക്കിയെടുക്കാൻ അപ്പുവിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ജോ. എനിക്ക് മാത്രമല്ല, ഗീതയ്ക്കും അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതിന്ന് ഗീതാന്റിയുമായി സംസാരിച്ചപ്പോൾ എനിക്കും തോന്നിയിരുന്നു. പക്ഷെ മമ്മി, നമ്മൾ ഈ ഭയക്കുന്നത് പോലെ അത്ര കടുത്ത പ്രതികരണമൊന്നും വിജയങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാവാൻ വഴിയില്ലെന്ന് തോന്നുന്നു. കാരണം അപ്പു അവിടേക്ക് തിരിച്ചു ചെന്നതും ഡിവോഴ്സിന്റെ കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുത്തതും വിജയ് പണിക്കരുടെ ഉള്ളിലും ഒരു പേടി ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുവിന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ അഗ്രസീവ് ആവാതെ തന്റെ ഭാഗം ഡിഫെൻഡ് ചെയ്യാനേ വിജയങ്ങൾ ശ്രമിക്കുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോ ആന്റിയുമായുള്ള ബന്ധം പിരിയുന്ന കാര്യം ആൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ അതൊട്ടും യുക്തിയില്ലാത്തൊരു തീരുമാനം തന്നെയാ. വിജയെ പോലൊരാൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാ. ആദ്യം കേട്ടപ്പോ ഞാൻ കരുതി അപ്പുവിനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ വിജയ് പ്രയോഗിച്ച ഒരു തന്ത്രമായിരിക്കും അതെന്നാ. പക്ഷേ ഗീത പറയുമ്പോഴാ അയാൾ അതേക്കുറിച്ച് എത്രമാത്രം ഗൗരവത്തിലാ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു തരത്തിൽ ആലോചിച്ചാൽ മമ്മി ഊഹിച്ചതുപോലെ ഇത് വിജയങ്ങളുടെ ഒരു തന്ത്രം തന്നെയായിരുന്നു. അതിലൊരു പരിധിവരെ പുള്ളിക്കാരൻ വിജയിക്കുകയും ചെയ്തു. എത്രയൊക്കെ പറഞ്ഞാലും അപ്പു ഇവിടെ നമ്മുടെ സംരക്ഷണയിൽ തുടരുന്നത് അങ്കിളിനെ സംബന്ധിച്ച് ഒരു കുറവ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അപ്പുവിനെ പറ്റി ആ വാർത്ത കൂടി പത്രത്തിൽ വന്നതോടെ മകളെ പടിയടച്ച് പുറത്താക്കിയ ഒരു ക്രൂരനായ അച്ഛന്റെ ഇമേജ് ഇപ്പൊ തനിക്കെന്ന് വിജയ് പണിക്കർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയും അപ്പുവിനെ ഇവിടെ നിന്ന് ഇറക്കുക. നേരിട്ട് പറഞ്ഞാൽ അപ്പുവും നമ്മളും അതിന് തയ്യാറാവില്ലെന്ന് അങ്കിളിന് ഉറപ്പാ. പിന്നെ അപ്പുവിനെ ഇവിടെ നിന്ന് ഇറക്കാൻ അങ്കിളിന് ഈ ഒരു വഴിയെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒരു തരത്തിലും അത് പാളിപ്പോകാതിരിക്കാന് ഈ സ്വത്ത് ഭാഗം വയ്പും ധാരണാപത്രമൊക്കെയായി മൂപ്പര് ഈ സീനൊന്ന് കൊഴുപ്പിച്ചതെങ്കിലോ. എന്തായാലും സംഗതി അങ്കിൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയില്ലേ. അപ്പു ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അവളായിട്ട് തന്നെ ഡിവോഴ്സ് മുടക്കുകയും ചെയ്തു. ഇനി പറ, ഇത് വിജയങ്ങളിന്റെ ബുദ്ധിപൂർവ്വമുള്ളൊരു മൂവായിരുന്നു എന്ന് മമ്മിക്ക് തോന്നുന്നില്ലേ? എന്തോ എനിക്കങ്ങനെയല്ല തോന്നുന്നത്. ഒരു തരത്തിലും അപ്പുവിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വിജയ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ അപ്പുവിനെ അവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ വിജയ് വീണ്ടും നിന്നോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം താൻ അങ്ങനെ തോൽക്കാൻ തയ്യാറല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ പുള്ളിക്കാരൻ മനഃപൂർവ്വം നടത്തിയൊരു ഷോ ഓഫ് ആണെങ്കിലോ? അങ്ങനെ ആവാമല്ലോ. ആവോ, എന്താ അയാൾ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്നൊക്കെ ആർക്കറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ ജോ, അപ്പുവിന്റെ പ്രസൻസിൽ വിജയും തിരിച്ച് അച്ഛന്റെ ഒപ്പം അപ്പുവും അവിടെ ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല. രണ്ടുപേർക്കും ഇടയിൽ പാവം ഗീതയായിരിക്കും വല്ലാതെ വീർപ്പ് മുട്ടുന്നത്. മുൻപത്തെ പോലെ അവിവേകമൊന്നും ആർക്കും തോന്നാതിരുന്നാ മതിയായിരുന്നു. ഇല്ല മമ്മി, ഇനി അങ്ങനൊരു സാഹസത്തിന് വിജയങ്ങൾ എന്തായാലും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് അനുഗ്രഹിച്ച് എല്ലാം നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. മമ്മി വിഷമിക്കാതെ. ചിലപ്പോ ഒക്കെ നല്ലതിനു വേണ്ടിയാവും ദൈവം തമ്പുരാൻ അവരെ 3 പേരെയും ഒരു വീട്ടിൽ തന്നെ വീണ്ടും ഒന്നിപ്പിച്ചത്. അപ്പു ഇവിടുന്ന് പോയതോടുകൂടി ഞാൻ ആകെ വിഷമത്തിലായി. എനിക്കവളൊരു കൂട്ടായിരുന്നു. അവള് പോയത് പിന്നെ ഈ വീട് ഉറങ്ങിയതുപോലെ ആയിപ്പോയി. ശരിയാ, മമ്മിയെപ്പോലെ തന്നെ എനിക്കും അപ്പുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവൾ നമ്മുടെ ഈ വീട്ടിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കയറി വന്നത്. അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അവൾ അങ്ങ് പോവുകയും ചെയ്തു. പാവം, എവിടെയാണെങ്കിലും എന്റെ കുട്ടി സന്തോഷത്തോടെ ഇരുന്നാ മതിയായിരുന്നു. കർത്താവേ, അവൾക്കൊരാപത്തും വരുത്തരുതേ.